ഹായ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു ചെമ്മീൻ കറിയാണ്. അതിനായിട്ട് ഞാൻ ഏതാണ്ട് 1/2 കിലോ ക്ലീൻ ചെയ്ത ചെമ്മീൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ: ഒരു ചെറിയ പടവലം, ഒരു തക്കാളി, ഞാൻ 2 എടുത്ത് വെച്ചെന്നേ ഉള്ളൂ, ഒരു തക്കാളി, ഒരു പച്ചമാങ്ങ, 2 മുരിങ്ങക്കായ. ഇതെല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കാം. മുരിങ്ങക്കായ, മാങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് അരിഞ്ഞ് എടുക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇതിനായിട്ട് കറിക്ക് അരയ്ക്കാനായിട്ട് ഞാനൊരു അരമുറി തേങ്ങ, ഞാനിത് ഫ്രീസറിൽ ചിരകി വെച്ചിരുന്നതാണ്, അതെടുത്ത് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 5-6 അല്ലി ചെറിയ ഉള്ളി, ഒരു 3 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് മഞ്ഞൾ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് എല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. അര കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ച ഓരോന്നായിട്ട് ചട്ടിയിലോട്ട് ഇടാം. ആദ്യം പടവലം ഇടാം, തക്കാളി ഇടാം, മുരിങ്ങക്കായ ഇടാം, മാങ്ങ ഇടാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റാം. ഇത് ഒന്ന് വഴറ്റിയെടുക്കേണ്ട തക്കാളി, മാങ്ങ, പടവലങ്ങി, പിന്നെ മുരിങ്ങക്കായും നല്ലപോലെ പിന്നെ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം. നമുക്ക് ഞാനൊരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ നമ്മൾ വാളൻ പുളി എടുത്ത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. ഇത് ഏതാണ്ട് ഫുള്ളെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് അരച്ച് വെച്ചിരുന്ന ആ അരപ്പ് ഇതിലോട്ട് ഒഴിക്കാം. ഒരല്പം വെള്ളം കൂടെ, മിക്സി ഒന്ന് കഴുകി കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിടാം. കറി നല്ല തിളച്ചിട്ടുണ്ട്, ഉപ്പെല്ലാം കറക്റ്റാണ്. നമുക്കിനി, കാരണം ചെമ്മീൻ ഒരുപാട് വേവുള്ളതല്ല, ഇനി നമുക്ക് ആ ചെമ്മീൻ ഇതിലോട്ട് ഇടാം. ഇനി നമ്മൾ കറിവേപ്പില ഇടാം, ഒരു 2 തണ്ട് കറിവേപ്പില. ഇനി അല്പം ഉലുവാപ്പൊടി കൂടി ഇടാം, അല്പം ഉലുവാപ്പൊടി ഇടാം. ഇനി ഇതൊന്ന് ഒരു തിള വന്നതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. താളിപ്പുണ്ട്, ആ താളിക്കാനായിട്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് ഒരു 2-3 ഉള്ളി അരിഞ്ഞത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. 2 തണ്ട് കറിവേപ്പിലയുടെ നല്ലതുപോലെ ഇട്ട് ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ കറിയിലോട്ട് ഇത് ഒഴിക്കാം. കറിയിലോട്ട് ചെമ്മീനും എല്ലാം മറ്റേ പച്ചക്കറികളെല്ലാം, അതായത് പടവലവും മുരിങ്ങക്കായും മാങ്ങയും എല്ലാം ഈ അരപ്പിലോട്ട് നന്നായിട്ട് ചേർന്നിട്ടുണ്ട്.
ഇനി നമ്മൾ ചോറ് കഴിക്കാൻ നേരത്ത് നമുക്കിത് വിളമ്പാം. നമുക്ക് ചോറ് വിളമ്പാം. നമുക്ക് അതിൻ്റെ കൂടെ ഇനി അല്പം ഇഞ്ചിക്കറി എടുക്കാം. ചമ്മന്തിപ്പൊടിയുണ്ട്, നല്ല മാങ്ങ അച്ചാർ എടുക്കാം, കുറച്ച് അവിയൽ വയ്ക്കാം, ഒരു മുളക് കൊണ്ടാട്ടം വയ്ക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് കഴിക്കാം. നമുക്കൊരു ചോറൊന്ന് കഴിച്ചു നോക്കാം. നല്ല അടിപൊളി മണവും നല്ല ടേസ്റ്റും ഒക്കെയാണ്. കാരണം ഈ ചെമ്മീൻ നിങ്ങളിങ്ങനെ ഈ പടവലയൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് മുരിങ്ങയ്ക്ക, പടവലങ്ങ, മാങ്ങ എല്ലാം കൂടെ ഇട്ട് ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ മോനൊന്ന് കൊടുക്കുകയാണ്. കൊള്ളാം മോനെ. സൂപ്പർ.